കഴിഞ്ഞ 5 ദിവസങ്ങളായി മഅദിൻ അക്കാദമിയിൽ മക്കയുടെയും മദീനയുടെയും ചരിത്രങ്ങളും കഅബയുടെ പുനർനിർമ്മാണ ഘട്ടങ്ങളും എല്ലാം വിളിച്ചോതി ജനലക്ഷങ്ങൾ ഏറ്റെടുത്ത ഹറമൈൻ എക്സ്പോക്ക് പ്രൗഢ സമാപനം. വ്യത്യസ്തങ്ങളായ 6ഓളം സ്റ്റാളുകളിൽ നിന്നും കൂട്ടത്തിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന 3 സ്റ്റാളുകൾക്ക് യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് എക്സ്പോയുടെ അവസാന ദിനത്തിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. 1ാം സ്ഥാനം കൊല്ലറ്റർ സി മഅദിൻ സാദാത്ത് അക്കാദമി, 2ാം സ്ഥാനം കൊല്ലറ്റർ ഡി മഅദിൻ ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡി എജു പാർക്ക്, 3ാം സ്ഥാനം കൊല്ലറ്റർ ബി മഅദിൻ മോഡൽ അക്കാദമി, എ ഗ്രേഡ് നേടിയവർ കൊല്ലറ്റർ എ മഅദിൻ കോളേജ് ഓഫ് ഇസ്ലാമിക് ദഅവ പെരുമ്പറമ്പ്, കൊല്ലറ്റർ ഇ മഅദിൻ സ്കൂൾ ഓഫ് എക്സലൻസ്, കൊല്ലറ്റർ എഫ് മഅദിൻ അറബിക് വില്ലേജ്. അൽഹംദുലില്ലാഹ്, ഇതിലാരും പരാജയപ്പെട്ടിട്ടില്ല, എല്ലാവരും വിജയിച്ചിട്ടേ ഉള്ളൂ. മഅദിൻ സാദാത്ത് അക്കാദമി വിദ്യാർത്ഥികൾ 1ാം സ്ഥാനത്തിനും, മഅദിൻ എജു പാർക്ക് വിദ്യാർത്ഥികൾ 2ാം സ്ഥാനത്തിനും, മഅദിൻ മോഡൽ അക്കാദമി വിദ്യാർത്ഥികൾ യഥാക്രമം 3ാം സ്ഥാനത്തിനും അർഹരായി. കുട്ടികൾ എപ്പോഴും പറയാറുള്ളതാണ്, പാഠശാലകൾ കുറേ പുസ്തകങ്ങൾ വായിക്കുക, പരീക്ഷ എഴുതുക, മാർക്ക് നേടുക എന്നതിലപ്പുറം കുട്ടികൾ ടെൽ മീ ഐ ക്യാൻ ഫോർഗെറ്റ്, ടീച്ച് മീ ഐ ക്യാൻ റിമെമ്പർ, ഇവോൾവ് മീ ഐ ക്യാൻ ലേൺ. കുറേ പറഞ്ഞു കൊടുത്താൽ അവർ കേൾക്കുക എന്നത് ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ അതങ്ങ് പോകും. കുറേ ചൊല്ലി പഠിപ്പിച്ചാൽ അത് ഓർത്തെടുത്തേക്കാം. ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ അത് അവർ ഒരിക്കലും മറക്കുകയില്ല. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ അവരുടെ ജീവിതത്തിൽ ആയുസ്സുള്ള കാലത്തരം മറക്കൂല. പക്ഷേ സാധാരണ ആളുകൾ, പണ്ഡിതന്മാർ നൂറുൽ അബ്സാർ ഹജ്ജിൻ്റെ ഓബോതും ഫത്തുൽ മുഈനോതും മഹല്യയിലോതും തൊഹ്ഫയിലോതും, പക്ഷെ അവർക്ക് പോലും ഇത്ര പലപ്പോഴും ആധികാരികമായി ഓർത്തെടുക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ കുട്ടികൾ പല കഴിവുകൾ, അവരെ അവതരണ ശൈലി, അവരെ അന്വേഷണത്വര, അവരെ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനശൈലി, ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഇതിലൂടെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കുട്ടികളെ പരിഷ്കരിപ്പിച്ച് പുരോഗതിയിലേക്ക് എത്തിക്കുക എന്നാണ് ലക്ഷ്യം. നമ്മുടെ ചരിത്രത്തിലൂടെയുള്ളൊരു സഞ്ചാരത്തെ നമുക്ക് എങ്ങനെ ആവിഷ്കരിക്കാനാവുന്നതിൻ്റെ നല്ലൊരു മാതൃകയാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം ചരിത്രങ്ങൾ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സമൂഹത്തിനൊക്കെ ലഭിക്കുന്നതിലൂടെ അവർക്ക് കുറേ കൂടി നന്നായി ആ ഒരു ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സന്തോഷം. ഞങ്ങളുടെ വിജയത്തിൻ്റെ കാരണം ഹാർഡ് വർക്ക് യു സക്സസ് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥികൾ ഒരേപോലെ ഈ വിഷയത്തിൽ ഇറങ്ങി, എല്ലാ വിദ്യാർത്ഥികളും ഉറക്കൊഴിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും സാദാത്തിൽ പഠിക്കുന്ന 49 വിദ്യാർത്ഥികളും അപ്പുറത്തെ സാദാത്തിലെ വിദ്യാർത്ഥികളും ഇവിടെ വന്നുകൊണ്ട് വിശദീകരിച്ചു. അങ്ങനെ എല്ലാവരും ഒരേ മാതിരി ഇറങ്ങിയത് കൊണ്ട് ഇന്ന് ഇങ്ങനെ ഉസ്താദ്മാർ ഇതിൻ്റെ ബാക്കിൽ നിന്ന് കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഉസ്താദ്മാരും ഇതിന് വലിയ ഉറക്കൊഴിച്ച് കണ്ട് ഞങ്ങൾക്ക് വേണ്ട രേഖകളും റെഫറൻസും കാര്യങ്ങളും അവരുടെ കയ്യിൽ നിന്നും അതുപോലെ കുട്ടികളിൽ നിന്നും പരമാവധി അവരിൽ നിന്നൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു 1-2 ദിവസങ്ങളെ കൊണ്ടല്ല, പരമാവധി 10 ദിവസത്തിൻ്റെ മുകളിൽ ഞങ്ങൾ ഇതിന് വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നാണ്. ഇതിന് മാസത്തെ പണിയാണ് വെറും ഒരു 10 ദിവസം കൊണ്ട്, ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മളത് ചെയ്തു തീർത്തിട്ടുള്ളത്. ഇതിനൊക്കെ അവസരം ഒരുക്കി തന്ന ഖലീൽ തങ്ങൾ ഉസ്താദിനെ എത്ര നന്ദി പറഞ്ഞാലും തീരൂല. എജു പാർക്ക് ദഅവക്ക് സെക്കൻഡ് കിട്ടി വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെ ബാക്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വിജയം അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മളെ ഉസ്താദുമാരെ അടുത്തുനിന്ന് കിട്ടിയ നമ്മളെ സപ്പോർട്ട് എല്ലാ വിഷയത്തിലും, എല്ലാ ഉസ്താദുമാരും എല്ലാ സമയത്തും നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ ഇത് ഓരോന്ന് ചെയ്യുമ്പോഴും രാത്രിയൊക്കെ നമ്മൾ ഉറക്കൊഴിച്ച് ചെയ്തതും, അതുപോലെ തന്നെ ആ ഒരു രാത്രി നമ്മൾ ആരും ഉറങ്ങിയിട്ടില്ല അന്ന് രാത്രി. അതിൻ്റെയൊക്കെ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ അതൊക്കെ ഇരട്ടി മധുരമായിട്ട് ഇപ്പോൾ നമുക്കിങ്ങനെ അനുഭവിക്കാൻ കഴിയുകയാണ് ഈ സമയത്ത് നമുക്ക് ഈ സെക്കൻഡ് കിട്ടിയെന്ന് അറിയുമ്പോൾ. അത്രയധികം ആളുകൾ അതിൻ്റെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഞങ്ങളും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വിജയങ്ങൾ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് വേണം എന്നുള്ള താല്പര്യമാണ്. ഏറ്റവും ആദ്യത്തെ കടപ്പാട് പറയാനുള്ളത് ബദർ ഉസ്താദ് വലിയ ഉസ്താദിനോടാണ്. കാരണം ഈ നല്ലൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നത് ഉസ്താദാണ്. കാരണം ഉസ്താദിൻ്റെ ചിന്തയിൽ ഉത്ഭവിച്ചതാണ് ഇത്തരത്തിലുള്ളതായ ഒരു സംഗതി. കാരണം ഒരുപാട് ആളുകൾ ഞങ്ങളെ സ്റ്റാളിലേക്ക് വന്നു കണ്ട് എത്രത്തോളം ഞങ്ങളെ ഒരുപാട് അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാളിനെ പറ്റിയിട്ടും മൊത്തത്തിലുള്ള എക്സ്പോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമ്മോട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭൂതിയുണ്ട്. ഇതൊക്കെ ഉസ്താദിനാണ് നമ്മൾ സമർപ്പിക്കുന്നത് എല്ലാ വിഷയത്തിലും. ഉസ്താദിന് ആഫിയത്തിൽ ദീർഘായുസ്സ് നൽകട്ടെ എന്നൊരു പ്രാർത്ഥന സന്തോഷമായി ഞങ്ങൾ അറിയിക്കുകയാണ്.